വ്യക്തമാണ്. അഴകപ്പൻ സാർ വളരെ പ്രതീക്ഷയോടെ ഒരു ഫിലിം ഫെസ്റ്റിവലിനെ വീണ്ടും സമീപിക്കുമ്പോൾ വർഷങ്ങളുടെ ഈ മേഖലയിലെ അനുഭവമുണ്ട്. മികച്ച സിനിമകൾ ഛായാഗ്രഹണ നിലയും സംവിധായകന നിലയിലും മലയാളികൾക്ക് ഒരുപാട് ഓർത്തുവെക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ സാറ് നൽകിയിട്ടുണ്ട്. ഈ ഫെസ്റ്റിവലിലേക്ക് വരുമ്പോൾ ലോക സിനിമയെ അടുത്തറിയാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ചും യുവാക്കളുടെ കൂടുതൽ വലിയ പ്രാതിനിധ്യം ഓരോ മേളകളിലും ഇപ്പോൾ കൂടി വരുന്നൊരു സമയമാണ്. അന്നു മുതൽ ഇന്നു വരെയുള്ള ഈ ഒരു മാറ്റത്തെ, ഒപ്പം ഈ പുതിയ ചലച്ചിത്രമേളയ്ക്കായുള്ള കാത്തിരിപ്പ് എങ്ങനെ കാണുന്നു സാർ? നമസ്കാരം. ഭയങ്കര മാറ്റമാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ മാറ്റമല്ല, ഇറ്റ്സ് ടോട്ടലി ചേഞ്ച്ഡ്. അതായത് ഞാൻ ഫസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ കാണുന്നത് ഫിലിമോത്സവ് 1978 ചെന്നൈയിലെയാണ്. അന്ന് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻ്റായിരിക്കുമ്പോൾ പോയി കണ്ട സിനിമകളാണ്. അന്ന് നമ്മൾ കാണുമ്പോൾ സിനിമ ഭയങ്കര ഡിസ്റ്റൻസ് ആയിരുന്നു. ആ ഡിസ്റ്റൻസ് എന്താണെങ്കിൽ, ഒരു സിനിമ ഡയറക്ടർ പരിചയപ്പെടാനോ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് അതിൻ്റെ കൂടെ ടെക്നീഷ്യനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് ഈ സിനിമയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയോ ഇറ്റ് കെപ്റ്റ് അസ് വെരി ഡിസ്റ്റൻസ്, വെരി സ്പേസ് കൂടുതലായിരുന്നു. ഇപ്പോൾ എന്താണെങ്കിൽ പുതിയ ഫെസ്റ്റിവലിലൊക്കെ വരുമ്പോൾ ദ യങ്ങർ ജനറേഷൻ ഈസിലി ക്യാൻ എന്താ പറയുക, അവർ അപ്രോച്ച് ചെയ്യാൻ പറ്റും ഈ ചെയ്ത ഡയറക്ടേഴ്സോടെയും അതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യനെ കാണുമ്പോൾ, ആക്ടേഴ്സ് കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വിതിൻ 5 minutes പടം കഴിഞ്ഞ് വെടിയെ വന്നുകൊണ്ട് ദേ ക്യാൻ ഇൻട്രാക്ട്. അപ്പം ഇമ്മീഡിയറ്റ് റിയാക്ഷൻസും അതിൻ്റെ ഒരു ആക്ഷനും കിട്ടുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ടെക്നിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അന്ന് ലിമിറ്റഡ് തിയേറ്ററിൽ ഒരു 5 തിയേറ്ററിൽ വെച്ചിട്ട് പടങ്ങൾ കാണുമ്പോൾ ഒരു ദിവസം 3 പടങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അത് എല്ലാം ഫിലിമായിരുന്നത് കൊണ്ട് ഇറ്റ് ടേക്സ് അതിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ലോഡിങ് അൺലോഡിങ്, അതിൻ്റെ ഷിഫ്റ്റിംഗ് ടു അനദർ തിയേറ്റർ, ഇങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ. ഇന്നങ്ങനെയല്ല, എല്ലാം ഡിജിറ്റലൈസേഷൻ ആയപ്പം നമ്മൾ വേറെ തരത്തിലുള്ള ഈ കളർ പാറ്റേൺസ്, വളരെ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ കൾച്ചർ സ്റ്റഡി ഭയങ്കര ക്ലോസായി. വേറെ ഒരു കൺട്രി നമ്മുടെ കൺട്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കും. അതേപോലെ പല സിനിമവും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ കൾച്ചറെ പറ്റി സ്റ്റഡി ചെയ്യാനോ, ആ പീപ്പിൾ ലിവിങ് സ്റ്റൈലെ പറ്റി അറിയാനോ, ഓരോരോ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിനെ പറ്റി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓരോരോ രാജ്യത്തിൻ്റെ ഡയറക്ടേഴ്സ് മേക്കിംഗ് സ്റ്റൈല്, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡിവിഷൻ, എല്ലാത്തിലുമേ ചേഞ്ചസ് ഉണ്ട്. സോ ഇൻഫിനിറ്റി ആയിപ്പോയി. ഓൺലി തിങ് അതിൽ നമ്മൾ ചൂസ് ചെയ്ത് നമ്മളാക്കി എടുക്കാൻ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. മാത്രമല്ല യൂത്തിന് ഭയങ്കര ഒരു പ്രാധാന്യം കിട്ടും. അന്ന് ഒരു മിനിമം ഒരു എന്താ പറയുക, ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസിക് റിക്വയർമെൻറ്റ് വേണമായിരുന്നു. ഫിലിം സ്റ്റുഡൻ്റ് ആയിരിക്കണം, ഫിലിം ഡയറക്ടർ ആയിരിക്കണം, ഫിലിം ടെക്നീഷ്യൻ ആയിരിക്കണം, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു കത്തുകൾ വേണമായിരുന്നു ഈ പാസ് കിട്ടാനുണ്ട്. ഇന്ന് നീ പഠിക്കാൻ സിനിമ മനസ്സിലുണ്ടെങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് ഫോർ എ ഡെഡിക്കേറ്റ് പാസ്. അതിൽ നെഗറ്റീവ് സൈഡ് ഓൾസോ ദെയർ, അത് പിന്നെ നമുക്ക് സംസാരിക്കാം.